നമസ്കാരം. പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ധനസഹായം അനുവദിച്ച ഉത്തരവായി. കഴിഞ്ഞ ഓണക്കാലത്താണ് പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രഖ്യാപനം. ഇത് വൈകിയതിനെതിരെ വ്യാപകമായി പുലിക്കളി സംഘങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാണ് ഫണ്ട് വൈകിയതെന്നും പ്രത്യേക കേസായി പരിഗണിച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭ്യമാക്കുകയായിരുന്നുവെന്നും സുരേഷ് ഗോപി. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മണലിപ്പുഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 1 മണിയോടെ മടവാക്കര കാഴ്ചക്കടവിലായിരുന്നു അപകടം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെ മടങ്ങുന്നതിനിടെ ആറന്മുള MLA അബിൻ വർഗീസ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിലുണ്ടായ അപകടത്തിൽ MLAയ്ക്കും വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും നിസ്സാര പരിക്കേറ്റു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 7 വരെ വ്യാപക മഴ തുടരും. വിശദമായ വാർത്തകളിലേക്ക്. മണലിപ്പുഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 1 മണിയോടെ മടവാക്കര കാഴ്ചക്കടവിലായിരുന്നു അപകടം. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ചാവക്കാട് നിന്ന് ആലുവയിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ മണലിപ്പുഴയിലെ മടവാക്കര കാഴ്ചക്കടവിലായിരുന്നു അപകടം. ചാവക്കാട് മന്ദലാംകുന്ന് സ്വദേശി സിനാൻ ഓടിച്ചിരുന്ന കാറാണ് പുഴയിലേക്ക് മറിഞ്ഞത്. ചാവക്കാട് നിന്ന് ആലുവയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ആലുവയിലെ ഒരു സ്വകാര്യ കോളേജിലെ LLB വിദ്യാർത്ഥിയായ സിനാൻ കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് വളവുള്ള ഭാഗത്ത് വാഹനം നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞത്. കാർ വെള്ളത്തിലേക്ക് മറിഞ്ഞ ഉടൻ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടിയ സിനാനെ തൊട്ടുപിന്നാലെ എത്തിയ വാഹനത്തിലെ യാത്രക്കാരാണ് രക്ഷപ്പെടുത്തിയത്. തുടർന്ന് നാട്ടുകാരും വാഹനയാത്രക്കാരും ചേർന്ന് കയറുപയോഗിച്ച് കാർ കരയിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്കിൽ കാർ ഒഴുകിപ്പോവുകയായിരുന്നു. വിവരമറിഞ്ഞ പുതുക്കാടിൽ നിന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കാർ കണ്ടെത്താനായില്ല. തൃശൂരിൽ നിന്ന് സ്കൂബ സംഘത്തെ എത്തിച്ച് വിശദമായ തെരച്ചിൽ നടത്തുമെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി മടങ്ങുന്നതിനിടെ ആറന്മുള MLA അബിൻ വർഗീസ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിലുണ്ടായ അപകടത്തിൽ MLAയ്ക്കും വാഹനത്തിലുണ്ടായിരുന്നവർക്കും നിസ്സാര പരിക്കേറ്റു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിലാണ് അപകടമുണ്ടായത്. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു MLA അബിൻ വർഗീസ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് അപകടമുണ്ടായത്. MLA സഞ്ചരിച്ച കാറിലേക്ക് മറ്റൊരു കാർ ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തിൽ MLAയ്ക്കും വാഹനത്തിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കും പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് അറിയുന്നത്. പരിക്കേറ്റവരെ ഉടൻ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകട കാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 7 വരെ വ്യാപക മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 7 വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. മലയോര മേഖലകളിലും നദീതീര പ്രദേശങ്ങളിലുമുള്ളവർ പ്രത്യേക ജാഗ്രത പുലർത്തണം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാള ഗ്രാമപഞ്ചായത്ത്, സർക്കാർ ആയുർവേദ ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാള ഗ്രാമപഞ്ചായത്ത് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. വരും കാലങ്ങളിൽ ഏറ്റവും നല്ല ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ്റെ അടുത്ത് നല്ല രീതിയിൽ അദ്ദേഹം ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. എല്ലാ വാർഡിലും ഇതേപോലെ തന്നെ ക്യാമ്പുകൾ വയ്ക്കണം പഞ്ചായത്തിന് തീരുമാനം. അതിനു വേണ്ടിയുള്ള ഫണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാർഡിലും തരത്തിലുള്ള ആയുർവേദ ക്യാമ്പ്, അതുപോലെ തന്നെ അലോപ്പതി, ഹോമിയോ, ഇതെല്ലാം നമ്മൾ നടത്തും. പിന്നെ എനിക്ക് പറയാനുള്ള ആരോഗ്യം എന്നുള്ളത് ഒരു ധനമാണ്. ഒരു മനുഷ്യൻ്റെ
ഏറ്റവും വലിയ ധനം ആരോഗ്യമാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ എല്ലാ സമ്പാദ്യം ഉണ്ടാകുന്ന മാതിരിയാണ് ആരോഗ്യം. ഒരു കാലഘട്ടത്തിൽ ആയുർവേദമാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഒരു ചികിത്സാ രീതി, പരമ്പരാഗതമായിട്ടൊരു ചികിത്സാ രീതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഫാസ്റ്റ് ജീവിത കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ മറ്റേ ഫാസ്റ്റ് ഫുഡ്. അതിൽ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റാത്ത ഫാസ്റ്റ് ഫുഡ് ജീവിത രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ ജിനീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങൾ, വയോജന ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലിപ്പുഴയിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുലർച്ചെ 1 മണിയോടെ മടവാക്കര കാഴ്ചക്കടവിലായിരുന്നു അപകടം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെ മടങ്ങുന്നതിനിടെ ആറന്മുള MLA അബിൻ വർഗീസ് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിലുണ്ടായ അപകടത്തിൽ MLAയ്ക്കും വാഹനത്തിൽ ഉണ്ടായിരുന്നവർക്കും നിസ്സാര പരിക്കേറ്റു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 7 വരെ വ്യാപക മഴ തുടരും. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.